കേരളത്തിലെ 5 MLA-മാർ NDA-യിലേക്ക് എന്ന അവകാശവാദവുമായി ബീഹാറിലെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച. കേരളത്തിൽ വലിയ സാധ്യതയില്ലാത്ത ആളാണ് HAM ജിതിൻ റാം മഞ്ചിയുടെ. അപ്പോൾ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും MLA-മാർ എത്തുമെന്നാണ് അവകാശവാദം. പാർട്ടി മാറ്റം സംബന്ധിച്ച് ധാരണയായെന്നും വരുന്നവരൊരാൾ മുൻ മന്ത്രിയായ MLA ആണെന്നും ഹിന്ദുസ്ഥാനി ആവാം മോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി സുബേഷ് വാസുദേവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരളത്തിൽ പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയും പറഞ്ഞു. കേരളത്തിലും കർണാടകയിലും HAM സ്വാധീന ശക്തിയാകും. കേരളത്തിൽ ഉടൻ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കുമെന്നും ജിതൻ റാം മാഞ്ചി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളിപ്പോൾ 5 MLA-മാരായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ 5 MLA-മാരെന്ന് പറഞ്ഞാൽ ഒരാൾ എക്സ് മിനിസ്റ്റർ കൂടെയാണ്. അപ്പോൾ നിലവിൽ ഭരണത്തിലിരിക്കുന്ന MLA-മാരായിട്ടാണ് നമ്മൾ സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട്. സംബന്ധിച്ച് 5 MLA-മാർ CPM MLA-മാരും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. CPM-ൽ നിന്നുള്ള നിലവിലുള്ള MLA-മാരുണ്ട്. മറ്റു പാർട്ടിയിൽ നിന്നും CPM-ൽ വന്ന് ഇപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രയോജനമില്ല, അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള 2 പേരും നമ്മുടെ കൂടെ ഉണ്ട്. ഡിസംബറിൽ അതിന് ലയന സമ്മേളനം ഉണ്ടായിരിക്കും. केरल में, कर्नाटक में, आंध्र प्रदेश में हम अपने पार्टी का एक्सपेंशन करने के लिए वहाँ लोगों को अपना पार्टी का एक फ्रेमवर्क तैयार किया है राज्य स्तर पर, स्टेट स्तर पर, और उनको कहा गया है कि उसको आप डिस्ट्रिक्ट लेवल में और प्रखंड लेवल में ले जाइए, और चुनाव के बाद हमने कहा है कि आप एक कन्वेंशन बुलाएंगे तो उसमें हम आवेंगे, पार्टिसिपेट करेंगे, और अगर केरल में कोई मुद्दा है गरीबों का, जिस मुद्दा के लिए हम लड़ते हैं, उसके लिए फिर हम लोग वहाँ पर आंदोलन करेंगे. ഇപ്പോൾ NDA-യുടെ ഘടകകക്ഷിയാണ്. നമുക്കൊപ്പം അതിലുണ്ട്. അതിൽ കാര്യമായിട്ട് എടുക്കണോ ഈ പറഞ്ഞത്? ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്ക് കേരളത്തിൽ വലിയ സ്കോപ്പൊന്നുമില്ല. ജിതൻ റാം മാഞ്ചി അവിടെ ഒരു പ്രബല ശക്തിയാണ്. NDA-ക്കൊപ്പം നിൽക്കുന്നു ഇക്കുറി. പക്ഷേ 5 MLA-മാർ വരുന്നു കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമായി. അതിനാൽ ഒരാൾ മുൻ മന്ത്രിയായ XMLA ആണെന്നൊക്കെയാണ് പറയുന്നത്. ഡിസംബറിൽ ഇവർ പാർട്ടി വിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യമായിട്ട് എടുക്കണോ അതിൽ? ജിതൻ റാം മാഞ്ചിയും ഇത് പറയുകയാണ്. കേരളത്തിൽ പാർട്ടി വികസിപ്പിക്കുമെന്ന്. മലയാളി കൂടിയായ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് റിപ്പോർട്ടർ TVയോട് സംസാരിച്ചത്. 5 MLA-മാരെന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോവുകയല്ല. പറഞ്ഞതുപോലെ ഒരു മുൻ മന്ത്രിയായ MLA ആണ്. CPM-ൽ അസംതൃപ്തരായി നിൽക്കുന്ന MLA-മാരാണെന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നത് വ്യക്തമല്ല. ഏതായാലും ഉറപ്പായും 5 MLA-മാർ HAM-ൽ ചേരും എന്നാണ് ഇപ്പോൾ HAM-ന്റെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുടെ നേതാക്കൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ BJP-യിലേക്ക് വരാൻ ഹിന്ദുത്വ തീവ്ര ആശയങ്ങൾ ഉള്ളതിനാൽ BJP-യിലേക്ക് വരാൻ പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു ബദൽ എന്ന രൂപത്തിൽ NDA-യിലേക്ക് വരാൻ ഒരു വഴിയായി HAM മാറും എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. കാര്യമായിട്ട് എടുക്കണോ എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. 2 പ്രധാന പാർട്ടികൾ HAM-ൽ ലയിക്കും. അങ്ങനെ ഒരു ലയന സമ്മേളനം ഡിസംബറിൽ ഉണ്ടാകുമെന്നും ബീഹാറിലെ പ്രബല ശക്തിയായ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ച വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ജിതൻ റാം മാഞ്ചി തന്നെ റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നുണ്ട്. കേരളത്തിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും പാർട്ടിയെ വിപുലീകരിക്കാൻ പദ്ധതികളുണ്ട് എന്നുള്ളതാണ്. ജില്ലാടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ജിതൻ റാം മാഞ്ചി പറയുന്നുണ്ട്. ഏതായാലും പാർട്ടിയെ വികസിപ്പിക്കാനുള്ള ആലോചനയുണ്ട്, വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളുണ്ട്. പക്ഷേ 5 MLA-മാർ വരുമോ എന്ന കാര്യത്തിൽ ഇനിയും ഉത്തരങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ശരി, ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയിലേക്ക് 5 MLA-മാർ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമൊക്കെ ആയിട്ട് വരുന്നു എന്നാണ് ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയുടെ ജനറൽ സെക്രട്ടറിയുടെ അവകാശവാദം.